നിക്കാഹ് സ്വഹീഹ് അല്ല. വലാ യസിഹു നിക്കാഹു, നിക്കാഹ് സ്വഹീഹ് അല്ല ഇല്ലാ ബിഹദ്റതി ഷാഹിദൈനി, രണ്ട് സാക്ഷികളുടെ ഹദ്റത്തിൽ വെച്ചല്ലാതെ. ആ രണ്ട് സാക്ഷികൾ ഖസ്ദൻ മനഃപൂർവ്വം വന്നത്. ഇവിടെ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിക്കാഹുണ്ട്, ശ്രദ്ധിക്കണം, നിങ്ങൾ വരണം. അങ്ങനെ വന്നോട്ട്. ഇത്തിഫാഖൻ, അല്ലെങ്കിൽ വന്ന് വിട്ടുപോയത്. അവർ കേട്ട് കിട്ടിയാൽ മതി. ആരോ എന്തിനോ വന്നെടുത്ത് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് നിക്കാഹ് നടത്തി. അവർ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇത്തിഫാഖൻ നിരക്ക് അവരോട് പറഞ്ഞിട്ടും ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ല. എന്നാൽ മതിയാവില്ലേ? അതായത് ഇഹ്ലാർ വേണം എന്ന് കരുതാൻ പാടില്ല. ഹദ്റത്ത് എന്നാണ്, ഇഹ്ലാർ എന്നല്ല. ഹദ്റത്താണ്. എന്തല്ല ഏതാറല്ല. രണ്ടാം ചൂസ് എടുക്കുന്നത്. മൂന്നാമത്തെ നിക്കാഹ് സ്വഹീഹല്ല ഇല്ലാ ബിഹദ്റതി, ഇല്ലാ രണ്ട് സാക്ഷിയുടെ സാന്നിധ്യത്തിലല്ലാതെ. ആ രണ്ട് സാക്ഷികൾ തന്നെ ഇത്തിഫാഖൻ. ഹദ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഈജാബ വൽ ഖബൂല. മുഴുവൻ ജുംലയും കേൾക്കണം എന്നൊന്നുമില്ല. ഈജാബ് ഖബൂല്, മഹറിന്റെ ഭാഗം കേൾക്കണമെന്നില്ല. മഹർ പിന്നെ പറയൽ സുന്നത്തേലുള്ളൂ. നിക്കാഹ് സ്വഹീഹാകാൻ പോകണം. ഈജാബും കേൾക്കണം, ഖബൂലും കേൾക്കണം. ഹദ്റത്താവിയും വേണമല്ല. ഇതേ മജ്‌ലിസിലാവട്ടെ. ഹദ്റത്തല്ലേ, സാന്നിധ്യം തടിയോണ്ടല്ലേ വരുന്നു. പിന്നെ ഇവരുടെ ചുണ്ട് കാണുകയും പാടില്ല. രണ്ടാളെ വായ എന്താ പറയുന്നത്, വായി തുറക്കുന്നതും പല്ല് എല്ലാം കാണണ്ടേ ഇപ്പോ. ഹദ്റത്ത് അൽ ഈജാബ വൽ ഖബൂല. കാണല് വേറെ വരുന്നുണ്ട്. ഓൺലൈൻ ഒന്നും ആവില്ല, അതിന്റെ ഇടയിൽ മാത്രം. ഇതിന്റെ തുല്യമായത് നോക്കല് മാത്രം. അതുകൊണ്ടല്ലേ അന്യ പെണ്ണിനെ കണ്ടാൽ കുറ്റം വരൂല, തൊട്ട ഒന്നുകൂടിയില്ല എന്നെല്ലാം പറഞ്ഞ തുല്യമായതുകൊണ്ട്. അതുപോലെ ബയ്യന്റെ ബാബിലും പറഞ്ഞില്ലേ, ബയ്യന് വേണ്ടിയിട്ട് സാമ്പിള് കാണിക്കുമ്പോ ഓൺലൈനിൽ കാണിച്ചു കൊടുത്താൽ കാണിക്കലാവോ? ഇല്ല. ഹഖീഖത്ത് തന്നെ വേണ്ടേ? അയൽ വാജിബ മിൻഹുമാ, ഇജാബിൽ നിന്നും ഖബൂലിൽ നിന്നും നിർബന്ധമായ ഘടകം മാത്രം. ഇങ്ങനെയുള്ള വാജിബൽ മുതവഖഫ അലൈഹി സിഹത്തുൽ അഖ്ദ്, അതിന്റെ മേലെ നിലകൊള്ളുന്നു എന്ത്? അഖ്ദിന്റെ സിഹത്ത്. ആ ഖദർ മാത്രം കേട്ട് നിർത്താൻ മതി. അലി ലാ നഹവ ദിക്രിൽ മഗ്രിബ് കേൾക്കണമെന്നുണ്ടാ? അതെല്ലാം അഡീഷൻസ് അല്ലേ? സാക്ഷികൾ വേണ്ട പോലെ ഇനി സാക്ഷികളോട് അടുത്തിരിക്കാൻ പറയുന്നു. ഇതേപോലെ അവർക്ക് തേട്ടി അരച്ച് പറയാൻ കിട്ടണ്ടേ, ഇവൻ ഈജാബാക്കുമ്പോൾ എന്താണ് ചൊല്ലിയത്, അവൻ കബൂൽ ചെയ്യുമ്പോൾ എന്താണ് ചൊല്ലിയത്, ഇവാർത്ത് കുറവുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ കഴിയണ്ടേ? അത് ഈ സാക്ഷികൾ പറഞ്ഞു കൊടുത്തിട്ടല്ലേ. മയക്കം കൊണ്ട് വലുതാക്കിയെന്നല്ലേ ഉള്ളൂ. للخبر صحيح لا نكاح إلا بولي وشاهدي عدل. നിക്കാഹ് ഇല്ലേ ഇല്ല വലിയ മുഖാന്തരമല്ലാതെ. നീതിമാനായ രണ്ട് സാക്ഷി. وما كان من نكاح على غير ذلك فهو باطل. ഇങ്ങനെ അല്ലാത്ത നിക്കാഹ് ബാത്തിലാണ്. ഇബ്നു ഹിബ്ബാൻ ബൈഹഖി ആയിഷ ബീവിയെ തൊട്ട് കൊണ്ടുവന്നത് സ്വഹീഹായ ഹദീസ്, പരാതിയില്ലാത്ത ഹദീസാണ്. എന്താണ് ഇതിന്റെ തത്വം? രണ്ട് സാക്ഷികൾ നേരാ
ഹഖീഖിയായ രൂപത്തിൽ കണ്ടിട്ടായിരിക്കണം പോലും. അവൽ മഅന ഫീഹി, ഇതിലുള്ള തത്വം, രണ്ട് സാക്ഷികളെ ഹദറത്താക്കാനുള്ള കാരണം അൽ ഇഹ്തിയാത്തു ലിൽ അബ്ളാഇ, ഫർജുകളിൽ സൂക്ഷ്മത പാലിക്കൽ, വസിയാനത്തുൽ അൻകിഹത്തി, നിക്കാഹുകളെ കാത്തു സൂക്ഷിക്കൽ, അനിൽ ജുഹൂദി, നിഷേധത്തെ തൊട്ട്. പിന്നെ ഒരു കാലത്ത് പറയും ഞാൻ കെട്ടിയിട്ടില്ല, ഞാനൊന്നല്ല പുതിയാപ്പളാന്ന്. അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. നിക്കാഹുകളെ ഇൻകാരിനെ തൊട്ട് കാത്തു സൂക്ഷിക്കണ്ടേ, ഫർജുകളിൽ അതിസൂക്ഷ്മത പുലർത്തണ്ടേ. അപ്പൊ കൊള്ളാവുന്ന എല്ലാ യോഗ്യതകളും അടങ്ങിയ രണ്ട് മഹാന്മാർ പരിശോധിക്കണം. എന്താണ് ഇതാരാൾ? ആളെ കാണണം, അയാളെ വായിൽ നിന്ന് തന്നെ വീഴുന്ന കാണട്ടെ. അല്ലെ മാസ്ക് ഇട്ടിട്ട് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയും. എന്താ പറഞ്ഞു? നമ്മളെന്താ അറിഞ്ഞു? വായി മൂടിക്കെട്ടിയാൽ വേണ്ട, കടത്തണ്ട, കടത്തിയിട്ട് നമുക്ക് രണ്ടാളെ മാത്രം നിലനിർത്തലല്ല നല്ലത്. കഴിയുന്നത്ര ആൾക്കാരെ ഷഹാദത്തിന് പങ്കെടുപ്പിക്കൽ നല്ലതാണ്. വേറൊരു രണ്ടാളെ മാത്രം ഒപ്പിട്ട ഉത്തരവാദി എന്നല്ല, അങ്ങനത്തെ ആചാരത്തിന് ഇടുന്നത്. പരമാവധി ആളെ പങ്കെടുപ്പിക്കൽ സുന്നത്താണ്. പിന്നെ അഹ്ലി സ്വലാഹി, സാലിഹീങ്ങൾ, സാദാത്യങ്ങൾ, ഉസ്താദന്മാർ, തങ്ങന്മാർ അവരെല്ലാം ഈ നിക്കാഹിന്റെ ഹദ്റത്തിലുണ്ടാകി അവരുടെ എല്ലാം സാന്നിധ്യത്തിലാകട്ടെ നിക്കാഹ്. അല്ലാണ്ട് അവരെല്ലാം മുന്നിനെ വിളിച്ചിട്ട് നിക്കാഹ് ഞാൻ വരണ്ടെന്ന് പറയില്ല. നിക്കാഹിനല്ലേ ഇവരുടെ വേണ്ട. പൈസന്നു ഏമാറും ചെന്നി മഹാവ്യൂഹത്തെ പങ്കെടുപ്പിക്കണം. അഹ്ലു സ്വലാഹ്, അഹ്ലുൽ ഇൽമ്, അഹ്ലു തഖ്വ, അഹ്ലു ദിക്ർ അവരെല്ലാം പങ്കെടുപ്പിച്ചിട്ട് ഷർത്തുഹുമ, എന്താണ് രണ്ടാളുടെ ഡിമാൻഡ്? ഉറിയത്തും കാമിലത്തും 100% ഹുറായിക്കണം. 99.99 പറ്റോ? 100% പ്യൂരിഫൈഡ് ഉരിയത്ത് വേണം. ഉറപ്പായ രൂപത്തിൽ പുരുഷനാവണ്ടേ, പുരുഷനായിരിക്കാം. മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആളായിക്കോളും. ജിന്ന് പോരാ. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, രണ്ടാളെ കുട്ടിച്ചു എന്ന് പറഞ്ഞാൽ ജിന്ന് മതിയാവോ? സാഹിബുൽ ജിൻ മതിയാവോ? ജിന്ന് ആദറാത്തുണ്ട്, മനുഷ്യൻ തന്നെ അത് പറ്റും. അതല്ല ഒറിജിനൽ ജിന്ന് മതിയാവോ? ബിമൻ ഫീഹി റിഖുൻ, അടിമ മതിയാവൂല എന്നല്ല പറഞ്ഞത്. ഫലാ യന്നഖിദു നിക്കാഹു സയ്യാവൂല ബിമൻ ഫീഹി റിഖുൻ. ഫീഹി റിഖുൻ എന്താ പിന്നെ പറഞ്ഞത്? ഫീഹി റിഖുൻ ഉണ്ടായാൽ പോലും പറ്റൂല. വലാ ബിജിന്നിയ്യിൻ, സാക്ഷാൽ ജിന്ന് സാക്ഷിയായാൽ പറ്റോ? ഇല്ല. അയാൾ നല്ല നീതിമാനാണ്, തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യലില്ല, സ്വാലിഹായ ആളല്ലേ എന്നറിയപ്പെട്ടാലൊഴികെ. ഇത് ഏടുന്ന ഇങ്ങനെ കൊണ്ടുവന്നത് ഈ നിയമം? നദീറമാമറ 2,280 ജമാഅത്തിന്റെ ബാബ് അടുത്ത പറഞ്ഞു ജിന്നുകളും മതി ഇമാമത്തിനോട്ട് നേർക്കോതാകാണ് പോലും. എന്താണ് മാമറ? എന്താണ് 2,287 ഞാൻ ഇമാമത്ത് ഈ അതുപോലെ വേറെയും പറഞ്ഞിട്ടുണ്ട് പോലും. ജുമാന്റെ ബാബ് 2,432 40 ആളുകളിൽ നിങ്ങൾ ആരെയും എണ്ണിക്കോളി, ജിന്നിനെയും എണ്ണിക്കോ. അവൻ വ്യത്യാസമായിട്ട് കാണുന്നുണ്ട്.
വളവ് തിരിവ് ഒന്നുമില്ല, ശരിയായ രൂപത്തിൽ തന്നെ കാണുന്നു. 2432 എന്താ പറ്റ ഫഹിസ്ബാനിഹി മിനൽ 40 ഫിൽ ജുമുഅ ഇല്ലേ? അതിന് 10 ജ്യൂസും കൊണ്ടേക്കെ 10 ഉണ്ടാ. ഇനി എങ്ങനെ പഠിക്കല്? ഇതേപോലെ പഠിക്കല്ല. പിന്നെ ചിലപ്പോ പോയിന്റ് മാറും, ജൂൾസ് കുറയൂ. ഈ പറഞ്ഞ പോലെ ഒന്നുമല്ല ആടെ ഉണ്ടാകല്. പൈൻ കുൽത്ത തൊട്ട ഒന്ന് മുറിയുന്ന ഭാവിയില്ലേ? 1-ാം ജ്യൂസ് 137 ഇങ്ങനെയല്ലല്ലോ മുന്തിയത്. 1-ാം ജ്യൂസ് അല്ലേ ബാബു അസ്ബാബിൽ സയ്യിദ് 137. അതിനെന്താ പറഞ്ഞത്? 137 എന്താ പറഞ്ഞത്? ജിന്നിനെ തൊട്ടാൽ ഒന്ന് മുറിയോ ഇല്ലേ എന്നത് പിന്നാവൂ. ആ നക്കത് ഉറപ്പിക്കേണ്ടത് അംഗീഹത്തി. ജിന്നിനെ നിക്കാഹ് ചെയ്താൽ സഹിയാവോ ഇല്ലേ അതാദ്യം പറ. അടുത്തന്നെ കൗലാക്കി ജിന്നായ പെണ്ണിനെ കെട്ടുന്നതിനെ പറ്റി. ജിന്നായ പെണ്ണിനെ കെട്ടിയാൽ കെട്ടലാവോ ഇല്ലേ അതാദ്യം ഉറപ്പിക്കും. എനിക്ക് അതിന്റെ ഭാവി കഴിഞ്ഞില്ലേ? മുറിയോങ്കിലല്ല നിക്കാഹ് ശരിയാവോങ്കിൽ തൊട്ടോ മുറിയൂ. നിക്കാഹ് ശരിയല്ല ഒരു വേറെ ഉറക്കൊണ്ട് ചെറുപ്പത്തുണ്ടാവോ എന്ന് പറയുന്നെങ്കിലോ ഒന്നും മുറിയില്ല. അങ്ങനെയല്ലേ നിങ്ങള് അങ്ങനെയല്ലേ ഉറപ്പിക്കണ്ടേ? ഫൈൻ കുൽത്താൽ മറ ഫീ നഖ്ദിൽ വുദൂഇ 137 ബിലംസിഹി ബിനൗഹു. ആ നഖ്ദിനെ എടുത്തുകൊള്ളണം. അലാ സിഹത്തി അംഗീഹത്തി. ജിന്നിന്റെ നിക്കാഹ് സഹിയാണോ അല്ലേ എന്നുള്ള കൗലാനി എന്നല്ലേ പറഞ്ഞത്. ഇതിൽ കഴിഞ്ഞത് ജിന്നിനെ കെട്ടുന്ന കഥ 296 വരുന്നുണ്ട് ഒന്നും കൂടി. മറ്റേ ജിന്നിനെ കെട്ടുന്ന കഥ അതിലുണ്ടാവും ചിലപ്പോ. ബാബുമായ നിക്കാഹിലാ വണ്ടി നിക്കാഹുൽ ജിന്നിയത്തി കാക്സി 2 പാർട്ടിയാക്കിയത്. എന്താ നിക്കാഹുൽ ജിന്നി പറ്റോ ഇല്ലേ എന്ന ആ ചർച്ച. അത് 10 ഉണ്ടല്ലോ, ഇതിലുണ്ട് അല്ലേ? അത് കണ്ടിട്ട് വേണം പോലെ എന്താക്കാൻ. നമ്മൾക്ക് നൽകി സുഖം നൽകൽ കൊണ്ട് അപ്പൊ കമ്പനി അറിയാൻ സുഖം കിട്ടൂല എന്നെല്ലാം പറഞ്ഞിട്ട് ഇല്ലേ? എന്നാ അത് കണ്ടിട്ട് വേണ്ടേ മസാല അറിയാൻ. എങ്കിൽ ജിന്നിന്റെ സഹാബത്തിലും ഇതേ പ്രശ്നം വരില്ലേ? കെട്ടാൻ പറ്റോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച ശേഷമല്ലേ മറുപടി അറിയാൻ പറ്റൂ. കൊടുത്തു അള്ളാഹില്ല ഇല്ലേ ഇല്ല. അവിടുത്തെ പോലത്തെ യാതൊരു കോംപ്ലിക്കേഷനും ഇവിടെ ഇല്ല. നിങ്ങൾ മുണ്ടേ വേണ്ട, അതുമായി കൂട്ടിക്കെട്ടണ്ട. ഒന്നുമുറിയുന്നിടത്തുള്ള അടിസ്ഥാനം ശഹ്വത്തിന്റെ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നാണ്. ജിന്നിനെ കെട്ടിയ ശഹ്വത്ത് വരോ ഇല്ലേ അത് നോക്കിയിട്ടാണ്. ജിന്നിയിലായക്കുന്നുമില്ലത്തല്ല ശഹ്വത്തിന്റെ കേന്ദ്രമാണെന്ന് പറയാൻ സാധ്യമല്ല. ഇല്ല നല്ല നിക്കാഹു എന്ന് പറഞ്ഞാലല്ലാതെ നിക്കാഹ് ഹലാലാണെന്ന് ശഹ്വത്ത് ഹലാലാണെന്ന് സമ്മതിക്കുമെങ്കിൽ നിക്കാഹ് ഹലാലല്ല എന്ന് പറയട്ടെ. ബഹുന ഇവിടെയോ നിക്കാഹിന്റെ ഷഹാദത്തിന്റെ ബാബിൽ അലാ ഹുദൂരി മുതാഹിലി ലിഫഹ്മി സീഗ. എന്താണ് സീഗ ഗ്രഹിക്കാനുള്ള ആവതാവുണ്ട്. അലാ ഹുദൂരി മുതാഹിലി അർഹനായവൻ പങ്കെടുക്കുക. ലിഫഹ്മി സീഗ എന്തിനാണ് ഇജാബും കബൂലും മനസ്സിലാക്കുക. അതിനെ വിസ്ബൂത്തിലാക്കുന്നു. ഇവൻ വയ്യ അവതരിപ്പിക്കാൻ വരണമെന്നുണ്ടാ? വയ്യ എപ്പാ കാലത്ത് കഴിഞ്ഞത് ആരാ കണ്ടത് എന്ന് ചോദിക്കുമ്പോ പോലീസ് സ്റ്റേഷനിൽ ഇവനുണ്ടാവോ? അത് വേണമെന്നില്ല. ഇവിടെ നിക്കാഹിന്റെ ശബ്ദം കേൾക്കാൻ ആൾ വേണം. ഈ ഉത്തരം പറയാൻ ഇവൻ വേണം. നിങ്ങൾ പറഞ്ഞില്ലേ മക്കളെ പിടിച്ചിട്ട് സാക്ഷിയാക്കിയത്? മക്കൾ ഉത്തരം പറയാൻ വന്ന എടുക്കോ?
ജിന്നിനെ തിരിയാണ്ടുണ്ടാ ജിന്നായി എന്ന കാരണം കൊണ്ട് കമ്പനി മാറിയിരുന്നു. അതുകൊണ്ട് അയാൾക്ക് കിതാബ് നോക്കിയാൽ തിരിയൂല, അല്ലെങ്കിൽ പറഞ്ഞോർത്താൽ തിരിയൂല, അല്ലെങ്കിൽ ഓർമ്മശക്തിയില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അവിടെയുള്ള കുഴപ്പമായിട്ട് ഇവിടെ കൂട്ടിക്കാറ്റണ്ട. മലാമിമ്രാത്തി ആരെ കൊണ്ടും ഷഹാദത്ത് സഹിയല്ല. മലാമി ഖുഫ പക്ഷെ ഇല്ലാ ഇമ്മാന ദക്കറൻ, ഇല്ലാ ഇമ്മാന ദക്കറൻ. ആര് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും തിരിയാണ്ടായതാണ്. നോക്കുമ്പോഴേക്ക് ഇവനെ ഒറിജിനൽ ആറ്റിനെ ഇന്ന് വലിയ മനസ്സിലായി. ഇരിക്കുമ്പോൾ തിരിഞ്ഞിട്ടൊന്നും ഇല്ല. ഇരിക്കുമ്പോൾ പേടിച്ച് ചക്കാന്ന് എല്ലാം മതിയാവോ. പിന്നെ അറിഞ്ഞാലും പോലെ അങ്ങനെ സാധാരണ നടക്കലുണ്ട്. പിന്നെ നിൽക്കാൻ നടക്കുമ്പോൾ അങ്ങനെ കട്ടിക്കലോ അങ്ങനെ തീങ്ങാനയിലുണ്ട് വരും ഓനെ ചൊല്ലിത്തരുന്നു. എൻ്റെ മകളെ കെട്ടിച്ചു അപ്പം മതിയാവോ ഓനെങ്ങനെ പറ്റല്. നമുക്ക് റിക്കാർഡ് വേറെ നോക്കും. റിക്കാർഡിൻ്റെ അവസ്ഥ ജനിച്ചിട്ട് ഇത്ര അവസ്ഥ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ കടലാസ് സൂക്ഷിച്ചത്. നിൽക്കാനിരുന്നേരം ചോദിക്കുന്നു ഇതെന്താ പോലത്തെ ചെക്കന് ഓനെ വലിയ ജനിച്ചിട്ട് 16 കൊല്ലവും 22 ദിവസവും 48 മണിക്കൂറും. ഡേറ്റ് ഓഫ് ബർത്ത് മങ് എല്ലാം അണ്ടറിൽ ശരിയായി. ഇരിക്കുന്ന ആള് പഠിച്ചു ഇവനാ ചൊല്ലിക്കൊടുക്കുന്നത് എൻ്റെ പെങ്ങളെ. സംശയം തന്നെ. മാനപുലൂഹൻ കണ്ടാ കൽവലി വലിയ അടുത്തൊക്കെ തന്നെ എക്കച്ചക്കുള്ളവരാണ് വലിയാക്കിയിരുന്നത്. നോക്കുമ്പോഴേക്ക് ഓന് ഒറിജിനൽ പുരുഷൻ തന്നെ ഉത്സയാന്നാ തോന്നിയത് കണ്ടേരോ. ബിഖിലാഫി മാ ലൗ റുഖിദ അലാ ഖുസ ഖുസനെ കെട്ടിച്ചു ബാകുന്ന പെണ്ണ് ഔലഹു അല്ലെങ്കിൽ ഖുസക്ക് കെട്ടിച്ചു കെട്ടാൻ വരുന്ന പുതിയാപ്പണം വൈമാന അല്ല കലല വയ്യ തിരിഞ്ഞിട്ടും കാര്യമില്ല, കലലില്ല. ഇങ്ങനെ കലലില്ല. ആദ്യം പറഞ്ഞ വാകുന്ന പെണ്ണ് ആരെന്നെ പെണ്ണെന്നെ എന്തല്ല ആ അല്ലെങ്കിൽ രണ്ടാമത്തെ തിരിഞ്ഞ് കെട്ടാൻ വന്ന ചക്കൻ ആണെന്നെ ആരല്ല എന്ന് തിരിഞ്ഞാലും പോരാ. കാരണം ഏറ്റവും മെയിനായ ആളാണ് ഈ മഹ്ഫൂദുൻ അലി. വല്ലാത്ത അതിശക്തമായ പവറാന്നവർക്ക് സൗജന്യം. അപ്പൊ അങ്ങനെ ഒപ്പിച്ചൂടാ പറഞ്ഞ മനസ്സിലാക്കുന്നു. മാലോ പുൻസയായ ആള് വാങ്ങാനുണ്ട് പോലും. ഓരോ നിക്കാഹ് ഉപ്പ കെട്ടിച്ച് കാണുമ്പോഴേക്ക് പുൻസൻ ഔ ലഹൂൻ വന്ന ചക്കൻ ആരോ വൈമ്പാന അല്ല കലലില്ലാന്ന് പിന്നീട് ബോധ്യപ്പെട്ടാലും ശരി. കലലില്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേതിൽ ആ കുട്ടി ആരണ്യാന്ന് പെണ്ണന്നെ, അല്ലെങ്കിൽ രണ്ടാമത്തേതിൽ പുതു ആരണ്യാന്ന് പുതു പുതിയാപ്പള പുതു എന്ന് പറഞ്ഞു. പുതു കൽഫർഖു എന്താ വ്യത്യാസം? അന്ന ഷഹാദത വൽ വിലായത ഷഹാദത്തും വിലായത്തും മഖ്സൂദാനി ലിഗൈരിഹിമ അറേഞ്ച്മെന്റ് മാത്രമാണ്. ഒറിജിനൽ ആളല്ല. കെട്ടിക്കുന്ന ആളും കേൾക്കുന്ന ആളും ഇതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് അല്ല. ഓർഗം നടത്തുന്ന ആളാണ്. ഇഖ്ലാഫിൽ മഹ്ഫൂദിയൻ ആരാണ് മഹ്ഫൂദൻ? അവരുടെ കാര്യം വിട്ടുവീഴ്ചണ്ടാ. മഹ്ഫൂദുൻ അലൈഹിന്റെ കാര്യത്തിൽ ഡബിൾ സൂക്ഷ്മതയാണ്. എന്താവും മതിയാവൂല. പിന്നെ ഹക്ക് തെളിയിച്ചിട്ട് വേണം ഇരിക്കാൻ. അതെന്നാ പെണ്ണ് അതുപോലെ വരുന്ന പുതിയ അപ്പള കുത്ത അല്ലാതിരിക്കല് ചേർത്താം. അപ്പൊ കുറെ ചക്കാക്കിയിട്ട് വേണം ഇനി ഇരുത്താൻ അല്ലേ? അമീൻ സമ്പ ഡബിൾ എത്തിയാത്തിന് തെളിവ് പറയട്ടോ. ഡബിൾ 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 എത്തിയാത്ത് പറയട്ടോ. അതിന് പ്രൂഫ് ഉണ്ടാവും. പ്രൂഫ് ഉണ്ടെങ്കിലേ പറ്റൂ.
ഡബിൾ 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 ഇത്തിയാത്ത് പറയട്ടോ. എന്താ നിങ്ങൾക്ക് ഇത്തിയാത്ത്? ഇത്തിയാത്ത് പറ. ലൗ അഖദ അലാ മൻ ശക്ക ഫീ കൗനിഹാ മഹറമഹു ഫമാനത് ഗൈറ മഹറമി. മഹറമത്തന്നുണ്ട് താഴ്ന്നിട്ട് അല്ലെങ്കിൽ ഇലാഫത്ത്. എന്താ നല്ലത്? കാരണം ആണായാലും പെണ്ണായാലും മഹറമെന്ന് പറയാ. എന്താ ലൗ അഖദ അലാ മൻ ശക്ക ഫീ കൗനിഹാ മഹറമ പറയും فظننت غير محرمي لم يسيها كما قاله ആരായി പറഞ്ഞത്? ശൈഖാനിയാ പറഞ്ഞു, എന്നല്ല. നിങ്ങൾക്കെന്നെ വൈദ്യുതി പറഞ്ഞിട്ടില്ലേ? പറ്റോ ഖിലാഫിൽ റുയ്യാനി ആർക്ക് മാറ്റമായിട്ട്? റുയ്യാനിക്ക് മാറ്റമായിട്ട്. റുയ്യാനി എന്താ പറയുന്നത്? റുയ്യാനി എന്താ പറഞ്ഞത്? അറിയാവൂ അല്ലേ? എന്നിട്ട് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടതല്ല. ആനിഫം മാഫീദാലിക്കാന്നാ പറയും. നിങ്ങൾ അപ്പുറം പോയി ശരിയാക്കിയിട്ട് വന്നാ പറയും. നമുക്ക് ഇവിടെ സമയമില്ല. എന്താ വേണ്ടി വരും? 226 കേസ് നടന്നിട്ടില്ലേ? ലാഹിറില് ജനങ്ങൾ സഹിയല്ല എന്ന് പറയൂ, അണ്ടറില് അള്ളാന്റെ അടുക്കൽ എന്താവും? ഇവിടെ ഫയലിൽ വെക്കൂല നിക്കാ നടന്നതായിട്ടൊന്നും. അങ്ങനത്തെ കേസ് പറഞ്ഞു. അതേപോലെ ഇവിടെ പറയും അദാലത്തിന്റെ ഓട്ടോമാറ്റിക്കിൽ പെട്ടതാണ് അൽ ഇസ്ലാമു വത്തക്ലീഫു അൽ മദ്കൂറാനി. ഇസ്ലാമും തക്ലീഫും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദാലത്ത് വേണമെന്ന് പറഞ്ഞത് എതിരല്ല. ഇന്നിഖാദഹു ബിൽ മസ്തൂറൈനി. മസ്തൂറിന്റെ അദാലത്ത് മതിയില്ലേ? 219 അവിടെ പറയുന്ന അദാലത്ത് തെളിയിക്കേണ്ട ആവശ്യമില്ല. അതിലല്ല എന്ന് അറിയാണ്ടിരുന്നാ മതി. ഇവിടെ പറയുന്ന അദാലത്ത് തെളിയിക്കണോ? എതിരായില്ലേ? അദാലത്ത് വേണമെന്നാ പറയും. അതില് 219 അന്നഹു ഫാസിഖ്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ പറ്റൂല. ഫാസിഖാണോ അല്ലേ എക്കച്ചക്കുണ്ടെങ്കിലോ അല്ലെ മസ്തൂർ. അപ്പൊ എന്താവൂലേ? എതിരാവൂല. ഇവിടെ പറഞ്ഞതിന് ലേശ അയവ് എത്തിയതാണ്. ലേശം ഒരു കിഴിവ് അപ്പുറത്തപ്പോ കൊടുത്ത് ഇത്ര ടൈറ്റിങ് വേണ്ട. ആദിലാണെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ഇരിക്കാവുന്നൊന്നുമില്ല. ആദിലല്ല എന്ന് പറഞ്ഞാൽ ഇടങ്ങേറുണ്ടാക്കിയാൽ മതി, കുറച്ച് ലൂസാക്കി. അല്ലെങ്കിൽ ഔ റുക്കിറ അൽ മുത്തഫഖു അലൈഹി. ഇവിടെ കൊടുത്തത് മുത്തഫഖുൻ അലൈഹിയാണ്. ആദിലാണ് എന്ന് അറിയപ്പെട്ടെടുത്ത് മുത്തഫഖുൻ അലൈഹി അല്ലേ. സുമ്മൽ മുഖ്തലഫു ഫീഹി അവിടെ പറഞ്ഞതോ? അവിടെ എതിരഭിപ്രായം കൊണ്ട് പറ്റൂല. മസ്തൂറയിലെ അദാലത്തിൽ അവിടെ കത്തിന്റെ തിരിക്കല്ലേ, ഇത് കത്താണ്. ഇവിടെ കത്ത് പറഞ്ഞു, അവിടെ ഖിലാഫോടെ പറഞ്ഞു. അതല്ലേ നല്ല ഭാഷയുള്ളത്. അത് നന്നായി. അടുത്തുമ്പോഴേക്ക് ലൂസായതാണ്. അങ്ങനെയല്ല പറയും. ഇതല്ല എന്താ ഈ മസ്തൂറുള്ള അദാലത്ത് മതിന്ന്. അത് ഭൂമി ലോകത്ത് എല്ലാവരും പറഞ്ഞതാ. 80-20 അല്ലേ? ഇതോ ഇതെല്ലാം എടുക്കണ്ടേ? കേൾക്കണം പോലും. അതെ, മസൂദ് അലിഹി ഖൗലു സാക്ഷിക്കപ്പെടുന്ന കാര്യം എന്താണ്? ഒറിജിനൽ കേൾക്കണം പോലും. അത് കുക്കിയിൽ കേട്ടാലും മതി. മെയ്ക്കിൻ്റെത് വേറെ അല്ലേ? മെയ്ക്ക് കണ്ടണ വരല്ലേ? ഇവന്റെ ശബ്ദം എത്തണം എങ്ങനെയായാലും. വേണ്ടേ? മൈക്ക് പാടില്ല എന്ന് പറയുന്നവർ അടിയും എതിർക്കുന്നുണ്ടല്ല. ഈ കഴിഞ്ഞ മജലിസിൽ പിടിച്ചു വരയ്ക്കലുണ്ട്. ഒറിജിനൽ ഓനോട് തന്നെ തൊള്ളാടാൻ പറ. നേരെ മൂജിബിനെയും ഖബലിനെയും ഡയറക്റ്റ് കാണണം പോലും. അതെ,
ഒറിജിനൽ കാണണം പോലും നിവാരത്തി 10,258 ഷഹാദത്തിന്റെ ബാബ് കിതാബ് ഷഹാദ തുടങ്ങുന്നുണ്ട്. അത് ഓദിക്കുവാണെങ്കിൽ 211 മുതൽ കിതാബ് ഷഹാദത്താണ് ഇല്ല ഉള്ളത്. നമ്മളെ വിഷയം 10,258. അതിന് ഇതേപോലത്തെ കിതാബ് ഉണ്ടെങ്കിൽ ഈ പേജ് കിട്ടും. അല്ലെങ്കിൽ എങ്ങനെ ഇത് വെച്ച് നോക്കലുണ്ടാ? 10,210 എല്ലുണ്ട്. എന്താ പറഞ്ഞ് ഒരാള് പറഞ്ഞ വാക്ക് സ്വീകാര്യമല്ല. ഇല്ലാബിൽ മുആയനതി വസമാഇ. എന്ത് വേണം? ഹഖീഖിയായി കാണണം. അപ്പൊ മുമ്പിൽ മലകട്ടിയാലൊന്നും പറ്റൂല. മാസ്കെല്ലാം മുടിച്ചു വെക്കലുണ്ട് ഇരിക്കുമ്പോ അതിൽ ഉറപ്പുണ്ടാ എന്താ പറഞ്ഞ സമാവും മുആയനത്തിന് രണ്ടും വേണം. 10,258 ഷഹാദത്തോന്നല്ലേ മാത്രം അങ്ങനത്തെ പറ്റൂല. എല്ലാ വിഷയം നിങ്ങൾക്ക് കണ്ണോടിയതായിട്ട് എന്തെല്ലാം മൗജൂദാത്തുണ്ടാവും. അതിൽ എല്ലാ കാര്യവും ചെലവുകളുണ്ടാവില്ല. ചെലവില്ലാത്ത കുറേ 40% തന്നെ ഉണ്ടാവും. ഇന്ന് ഉപയോഗിക്കാറിയാം. അതിൽ വിളിച്ചു ചാടിയാൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ സുൽത്താനുൽ മുഹഖ്ഖീഖീ അല്ലെ പാങ്കിലോറോട് ഇജാസത്ത് വാങ്ങുന്നത് അടയല്ലേ പോയേ? പാങ്കിൽ ഉസ്താദ് AP അഹമ്മദ് നമ്മൾ ഒരു ഘട്ടംകാരൻ്റെ അവിടുത്തെ കിട്ട് എന്താ നാഫിയായി ആരും தெரியாத നിൽക്കില്ലാന്നാ. അതാ കണ്ട പല ചെയ്ത് അതില്ല അവിടെ നീ വന്നോണ്ടിരിക്കും. റൂമിലുണ്ടായിങ്ങളെ പറയില്ലേ കുരുടനിലൊരു അഭിപ്രായമുണ്ട് മതിയാകും. കുരുടൻ മതി പോലും എന്നെ ഷഹാദില്ല. ചില സ്ഥലത്തെല്ലാം ചില മേഖലയിൽ ഇഖ്റാറിലെല്ലാം കുരുടൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഖ്റാറിന്റെ ബാബിൽ ഷാഹിദായിട്ട് ആര് മതി? ആര് മതി? അല്ല പറ്റൂല. കുരുടനെ ശരിക്കും കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഇത് മുജീബ്, ഇത് കാബിൽ ഒന്നും പറ്റൂല. കഠിനമായ ഇരുട്ടിൽ പോലും അപ്പുറം നടക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ട് പോലും മണ്ട പോലെ. മുസന്നിഫിനോട് ഒരു പരാതിയാണ്. അസമിന്റെ കാര്യത്തിലും ഒരു വജിയുണ്ട്. അത് നിങ്ങൾ മുണ്ടിയിട്ടില്ല. അസമിൽ ഖത്തീന്റെ തരീഖ് ഉപയോഗിച്ചു. മുസന്നിഫിനോട് അയക്കുന്നു. വഫിൽ അസമിയായി നമ്മജുഹൻ എന്താ ഉണ്ട് മതിയാകുന്നു. വഫിൽ അഅമ വല്ല സമി വജുഹൻ വട്ടത് ഉണ്ടാ. അപ്പോൾ ആരോട് കുത്തി? വലുതുഖുൽ വറുസുൽ പൊട്ടപ്പാലികൾ മതിയാ, ഊമകൾ മതിയാ. തന്റെ ഇടമില്ലാത്തവർ പറ്റോ? നീചവും നികർച്ചവുമായ ജോലി ഇല്ലാതിരിക്കണം. എങ്ങനെയുള്ള ദനീയത്തായ ജോലി? അവന്റെ തന്റെ ഇടം നഷ്ടപ്പെടുത്തുന്നത്, ജനങ്ങൾ കളിയാക്കിച്ചിരിക്കുന്ന ജോലി പോലും. എന്തെല്ലോ ജോലി എണ്ണീട്ടുണ്ട്, വിക്കിയിൽ തന്നെ ഉണ്ട്. ആ ജോലിയിൽ അകപ്പെട്ടവൻ ജനങ്ങളുടെ മുമ്പിൽ കതിറുണ്ടാവോ? അതുകൊണ്ടാണ് സാക്ഷിക്ക് പറ്റോ? എങ്ങനെയുള്ള ഹിർഫത്തും ദനീയത്ത്? ഉർവത്തിനെ രക്ഷപ്പെടുത്തുന്ന എല്ലാം 10-ാം ജുസിയിൽ എല്ലാം പറയുന്നുണ്ട്. ഏതൊക്കെയാണ് അല്ലേ? അതുപോലെ അവന്റെ ലബത്ത് താറുമാറായി പോകാൻ പാടില്ല. ഗഫലത്ത് കൊണ്ട് നിശിയാനും കൊണ്ട് ഏതോ ആശുപത്രിയിൽ നിന്ന് മറ്റേ ഇറങ്ങിയും പോലും ഇപ്പം പറയുമ്പോൾ തപ്പുന്നു പോലും. ഇങ്ങനെ എന്തെല്ലോ പിറകലുണ്ട്. ഗഫലത്ത് നിശിയാൻ ഭാഷ അറിയണ്ടേ? ഭാഷ ജമിയുവാ. ഇവർ എന്താ ഉണ്ടീന്നുള്ളത്?
പറഞ്ഞ് തോപ്പിച്ചാൽ പറ്റാൻ മതിയോ? ഇവരെന്ത് മുണ്ടി, അയാളെന്ത് മുണ്ടി? ഭാഷ എടുത്താൽ അറബി പഠിച്ചാലുണ്ടാ ഭാഷ മുഴുവൻ ഈ പറഞ്ഞ കലിമത്ത് അറിയണം. വക്കീല ഒരു കീല ഒരു വേണ്ട വേണ്ട വേണ്ട, ഇവർ എന്താ പറഞ്ഞത് എന്ന് അവന്റെ മെമ്മറിയിൽ ഉണ്ടായാൽ മതി, കാണാ പാഠം പറയാൻ കിട്ടിയാൽ മതി. ഇവൻ പറഞ്ഞത് മതി, അതിന്റെ അർത്ഥം എന്തെന്ന് ഞാൻ അറിയില്ല. ഇത് ശരിയാണോ എന്ന് വേറൊരാൾ നോക്കട്ടെ. കീല കീല ഫലം പറഞ്ഞതല്ലേ അല്ലേ? ഉറപ്പഞ്ഞ ആയത്തിൽ പറഞ്ഞതല്ല ഭൂമിനോട് കുതുങ്ങാൻ വെള്ളം അഖീലയായി വയാസമാവ് അഖിലയും അഖീലല്ലേ കീലല്ലേ? അത് കീലയായത് കൊണ്ടല്ലേ കുറച്ചെങ്കിലും വെള്ളം ഉണ്ടായത്, എല്ലാം മുടങ്ങിപ്പോവില്ലേ? കീല ഫലമുള്ളതെല്ലാം കിട്ടിയില്ലേ? അത് കീലയല്ല സഹായിക്കുമെങ്കിൽ ഭൂമിയിൽ വെള്ളം തന്നെ ഉണ്ടാവുമോ? പറഞ്ഞിട്ട് കീലയായതുകൊണ്ടല്ലേ ഇപ്പൊ ഭൂമിയിൽ വെള്ളം കിട്ടുന്നു അല്ലേ? വയലല്ല പരി അനുസരിച്ച് ഫലാബുദ്ധ ഷാഹിദി ലഹു ഹാലത്തെ തക്കല്ലുമി. ബീജാവ് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അർത്ഥം കിട്ടണം. വൈദ്യ അർത്ഥം വെച്ചുകൊടുത്താൽ പോരാ. ഫലാക്കിഫി തർജമതുഹു ലഹു ബഅദു, പിന്നീട് മറുപടിക്ക് മുമ്പായാലും മറ്റോ പറയുന്നതിന് മുമ്പ് അർത്ഥം വെച്ച് മതിയാവോ? എടാ നീ എനിക്ക് തിരിഞ്ഞ ഈ പറഞ്ഞതിന് അർത്ഥം തിരിഞ്ഞാന്ന് മതിയാവില്ല. അതിയെ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ കിട്ടണം. ഇന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, പണ്ട് വലിയന്റെ അടുത്ത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് എന്താ? എന്താ നിങ്ങള് വൈഫ്രോക്ക് ഇതിന്റെ ഇടയിലും മാമറിയില്ലേ 221 വലിയ ചൊല്ലി കൊടുക്കുന്നിടത്ത് അവിടെ എന്താ? ഔജബ ലിസൗജി മാലായ അരിഫുഹു ഫതുർജിമ ലഹു, അതിന്റെ ശേഷം ഫഖബിലു. അധികം നീളാണ്ട് വലിയ എന്തോ ചൊല്ലി കൊടുത്തു പോലും 221 ഔജബ ലിസൗജി, സൗജിന് ചൊല്ലി കൊടുത്തു. മാ ലാ യഅരിഫു മാ ലാ യഅരിഫുഹു വൈഫ്റഖു ബൈനഹു വബൈന മാ മറ. എന്താണ്? ഫീ വലിയിൻ ഔജബ ലിസൗജി മാ ലാ യഅരിഫുഹു ഫതുർജിമ ലഹു അൽക്കി സൗജിൻ, എന്നിട്ട് കബൂലാക്കി. വെറും ഈ പറഞ്ഞ കലിമത്ത് കേട്ടിട്ട് കബൂലല്ല, ഈ പറഞ്ഞതിന് അർത്ഥം തിരിയണം പോലും. അത് സൗജിന് തിരിഞ്ഞാലോ എന്താക്കി? കബൂലാക്കി. അത് ഈ എന്നൽ മുസ്തഖ തമ്മ കബൂലുമായി തിരിഞ്ഞിട്ട് കബൂലാക്കല അതുണ്ടായില്ലേ? നടത്തുന്ന നേരത്തുള്ളത് അറിയില്ല, ഇടക്കണക്ക് വലം യൂജത് താലിക്കാം. അത് ഇടുണ്ടോ? ഇതെന്ത് കാര്യം? അർത്ഥം വെച്ചിട്ട് മതിയാവോ? അപ്പനനുസരിച്ച് പറ്റൂല, മറ്റേ നിർത്തുമതി എന്ന് പറഞ്ഞതനുസരിച്ച് പറ്റും. എന്നിട്ട് ഈ പറഞ്ഞാളെ പിടിച്ചോണ്ട് പോകാൻ പോലും, എന്നിട്ട് അവിടെ പറയാൻ ഇതാ ഇവൻ അന്ന് ഒറ്റപ്പാടാക്കിയത് എങ്ങനെയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കെന്താ അർത്ഥം അറിഞ്ഞുകൂടാ. എന്താ